നാട്ടിലെ ടൂറിസ്റ്റ് ബസ് ഭ്രാന്തന്മാർ കാണണ്ട ആ ലൈവിൽ ബസ്സിന് കയറ്റും ഉറപ്പ്. നാട്ടിലെ SC ലോറി പോലെ ഒരു മോഡൽ GSന്റെ ഒരു മോഡൽ ഇവിടെ സൗദി അറേബ്യയിൽ ഇതാ ഇവിടെ കിടക്കണം. നമ്മളെ SC ലോറിക്ക് കൊമ്പാണ് അവിടെ വരിക, അത് പകരം ഇൻഡിക്കേറ്ററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് പിന്നെ ഏകദേശം ഒരേപോലെ കേട്ടോ കണ്ട. മിറർ ഇത്രയും വൈഡാക്കി കൊടുക്കാൻ കാരണം ബാക്കിൽ വലിയ പെട്ടി വെച്ച കാരണം തോന്നുന്നു. എത്ര കാലമായി ഇങ്ങനെ കിടക്കണമെന്ന് അറിയില്ല, ആകെ തുരുമ്പി പോയിട്ടുണ്ട് ഫ്രണ്ടേജ്. അതെ, ഇത് വണ്ടിയുടെ ഫ്യൂൾ ടാങ്കാണ്. ഇത് വണ്ടിയിലേക്ക് സ്റ്റെപ്പ് രീതിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. വണ്ടിയുടെ ഡോറിൻ്റെ നേരെ അടിയിലാണ്. ഫ്രണ്ടേജ് ഒരു ചെറിയൊരു വണ്ടിയുടെ ഫ്രണ്ടേജും ബാക്കിൽ വലിയൊരു പെട്ടിയും കയറ്റി വെച്ചിട്ടുണ്ട്. നിലവിൽ വണ്ടി ജാക്കിൽ നിർത്തി കേട്ടോ, കാരണം കാലം കുറേ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ഒരു ഉപയോഗമല്ലാതെ വണ്ടി സ്റ്റാർട്ടാവുമെന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ടയർ അലൈവീൽ ലുക്കിൽ. ഇത് നാട്ടിൽ ലോറിക്കാരും അതേമാതിരി ടൂറിസ്റ്റ് ബസ്സിനെ പ്രണയിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഉറപ്പായിട്ടും സാധനം സെറ്റ് ചെയ്യും. ഇത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. സൗദി അറേബ്യയിൽ ഒരുപാട് വണ്ടിയൊക്കെ ലോറി അതേമാതിരി ബസ് അതിനൊക്കെ കണ്ടിട്ടുണ്ട്. സംഭവം വെറൈറ്റി ഉണ്ട് അലൈവീൽ ഈ ലോറികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. രണ്ട് ചെറിയ ബോക്സ് ഉണ്ട്, അറുണ്ട്. ബാറ്ററി ബോക്സ് ആവും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ബോക്സ് ആവും. ഇത് ബാക്കിലൊരു വലിയൊരു മജ്ജ കൊടുത്തേച്ചാണ് ഫിറ്റ് ചെയ്ത് കേട്ടോ. അതിന് ബാക്കിലുണ്ട് 2 ലൈറ്റ് മാത്രമേ നിലവിലുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊരു കോണി, ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താ വണ്ടിൻ്റെ പോലെ ആകെ തുരുമ്പൊക്കെ വന്ന് ആകെ കൊളായി കിടക്കുന്നത്. ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ് സാധനം. കുറേ കാലം ഇവിടെ കിടക്കുന്നത്. ആ തുരുമ്പും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം വണ്ടി. ഈ ഒരു വണ്ടി വീടിൻ്റെ ഫ്രണ്ടേജിലാണ് കാലം ബ്ലോളായിട്ട് കിടക്കുന്നത്. ഈ വീട്ടുകാരുടെ ആണോ എന്താണോ എന്നറിയില്ല. സംഭവം വണ്ടി ഒരു രക്ഷയില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.